Dear students, welcome to the chemistry online class for Center for Science. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഏതാണ്? കെമിസ്ട്രിയിലെ ടെക്സ്റ്റിലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സോളിഡ് സ്റ്റേറ്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ സോൾട്സിൻ്റെ ക്ലാസിഫിക്കേഷനും മറ്റുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്ന് പറഞ്ഞു. അതായത് ഒരു ക്രിസ്റ്റലൈൻ സോളിലെ പാർട്ടിക്കിൾസിൻ്റെ റെഗുലർ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിനെയായിരുന്നു ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞത്. അതിൽ ഓരോ പാർട്ടിക്കിളും ഇരിക്കുന്ന പൊസിഷനെ ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറഞ്ഞു. പിന്നെ അഡ്ജസൻ്റ് ലാറ്റിസ് പോയിന്റുകളെ തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ജോയിൻ ചെയ്താൽ വി ഗെറ്റ് ദ ജോമെട്രി ഓഫ് ദ ക്രിസ്റ്റൽ. അതിനെയാണ് ഇപ്പം ഒരെണ്ണം ഇവിടെ ക്യൂബ് കിട്ടി നമ്മൾ പറയും ക്യൂബിക് ക്രിസ്റ്റൽ എന്ന് പറയും. അപ്പം ഈ ഒരു ക്യൂബിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഒരു യൂണിറ്റ് സെൽ. ദ സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് കോൾഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു ചെറിയ ക്യൂബ് ദ സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ദ ക്രിസ്റ്റൽ ലാറ്റിസ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു. അപ്പം ക്രിസ്റ്റലിനെ മൊത്തത്തിലെടുത്താൽ ഇങ്ങനെ യൂണിറ്റ് സെല്ലുകളുടെ ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇവിടെ യൂണിറ്റ് സെല്ലിന് ഏത് ഷേപ്പാണ്? ക്യൂബ് ഷേപ്പ്. എന്നാൽ യൂണിറ്റ് സെല്ലിന് പല ഷേപ്പുകൾ വരാം അല്ലേ. നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾ പല രീതിയിൽ അടുക്കി വെക്കാം. ഒരു രീതിയിലല്ല, 14 തരത്തിൽ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടുക്കി, ഒന്ന് അതിന് മുകളിൽ അടുത്തത്, അതിന് മുകളിൽ അടുത്തത്, ഇങ്ങനെ മുകളിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് കൃത്യമായി ക്യൂബ് കിട്ടിയത്. പല രീതിയിൽ അടുക്കുന്നതിനനുസരിച്ച് പല ഷേപ്പുകളും കിട്ടാം. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് പല ഷേപ്പാകാം. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ 6 പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏതാണ്? 3 ആക്സിയൽ ഡിസ്റ്റൻസസ്, 3 ആക്സിയൽ ആംഗിൾ. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ 3 ആക്സിയൽ ഡിസ്റ്റൻസ്. ആക്സിയൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്മോൾ എ ബി സി. ഇതാണ് ആക്സിയൽ ഡിസ്റ്റൻസ്, എ ബി സി. കണ്ടില്ലേ? എ ബി സി, അതായത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പം നിങ്ങളിരിക്കുന്ന റൂമിൻ്റെ ഒരു കോർണർ ഒന്ന് കൺസിഡർ ചെയ്തേ. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, എ ബി സി, 3 എഡ്ജ് കിട്ടിയില്ലേ ഒരു കോർണർ നോക്കിയാൽ? ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും എന്തുവായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് ആക്സിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇടയ്ക്ക് 3 ആംഗിൾ കണ്ടോ? ആൽഫ, ബീറ്റ, ഗാമ. എയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആൽഫ, ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ബീറ്റ, സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഗാമ. നിങ്ങളായിരിക്കുന്ന റൂം നോക്കിയോ? അപ്പോൾ ആ റൂമിൻ്റെ കോർണർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് 3 ആംഗിൾ കിട്ടിയില്ലേ? ആ 3 എഡ്ജിനും ഇടയ്ക്കുള്ള ആംഗിൾ ആൽഫ, ബീറ്റ, ഗാമ. എല്ലാം എത്ര ഡിഗ്രിയാ? ഒരു ക്യൂബിക് റൂമാണെങ്കിൽ എല്ലാം എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. നമുക്കറിയാം ഒരു ക്യൂബാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആംഗിൾ എല്ലാം 90 ഡിഗ്രി. അപ്പോൾ ഒരു ക്യൂബ് എന്ന് പറയുമ്പോൾ അതാണ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഇവരുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇവരുടെ യൂണിറ്റ് സെല്ലുകളുടെ ഷേപ്പും മാറും. ഇത് യൂണിറ്റ് സെല്ലിന് ഇവിടെ ഒരു ക്യൂബ് ഷേപ്പ്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ക്യൂബല്ല, ടെട്രാഗണൽ എന്ന് പറയും, സമചതുര സ്തംഭം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഇവിടെ ലെങ്ത് ഒരു സൈഡ് ഇച്ചിരി കൂടുതലല്ലേ. അപ്പോൾ ഈ എ ബി സി, ആൽഫ, ബീറ്റ, ഗാമ ഇവരുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് യൂണിറ്റ് സെല്ലുകൾക്ക് പല ഷേപ്പും വരും. അതായത് ക്രിസ്റ്റലിന്
പല ഷേപ്പും വരും. നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഷേപ്പാണ് ക്രിസ്റ്റലിൻ്റെയും ഷേപ്പ്. യൂണിറ്റ് സെല്ലിന് ക്യൂബ് ഷേപ്പാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ക്യൂബിക് ക്രിസ്റ്റൽ. അപ്പം യൂണിറ്റ് സെല്ലുകളുടെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച്, അതായത് ആക്സിയൽ ഡിസ്റ്റൻസസ്, ആക്സിയൽ ആംഗിൾ, ഇവരുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് യൂണിറ്റ് സെല്ലുകളുടെ ഷേപ്പ് മാറും, അല്ലെങ്കിൽ ക്രിസ്റ്റലുകളുടെ ഷേപ്പ് മാറും. അതുകൊണ്ട് ക്രിസ്റ്റൽ സിസ്റ്റംസ് ആർ ഓഫ് 7 ടൈപ്സ്. ക്രിസ്റ്റൽ സിസ്റ്റംസ് 7 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ക്രിസ്റ്റൽ സിസ്റ്റംസ് ആർ ഓഫ് 7 ടൈപ്സ്. 7 ടൈപ്സ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. ഇപ്പൊ ക്രിസ്റ്റൽ സിസ്റ്റങ്ങൾ ഈ യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പിനനുസരിച്ച് ക്രിസ്റ്റൽ സിസ്റ്റത്തിന് 7 ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഒന്ന് ക്യൂബിക് എന്ന് പറയും. ഇപ്പം നമ്മൾ പറഞ്ഞത് ക്യൂബിക്. 2 ടെട്രാഗണൽ. 3 ഓർത്തോ റോംബിക്. 4 ഹെക്സാഗണൽ. 5 റോംബോഹീഡ്രൽ. 6 മോണോക്ലിനിക്. ട്രൈക്ലിനിക്. ഇങ്ങനെ 7 ടൈപ്പിലാണ് ക്രിസ്റ്റൽ സിസ്റ്റം. അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലിന് 7 തരത്തിൽ ഷേപ്പ് ഉണ്ടെന്ന് പറയും. ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സാഗണൽ, റോംബോഹീഡ്രൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്. ക്യൂബിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ക്യൂബിക് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ക്യൂബിക് എന്ന് പറയുമ്പോൾ എന്താ? A = B = C, ആൽഫ = ബീറ്റ ഗാമ = 90 ഡിഗ്രി. അതാണ് ക്യൂബിക്കിൻ്റെ പ്രത്യേകത. നമുക്കറിയാം ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എയും ബിയും സിയും ഈക്വൽ ആയിരിക്കും. ആംഗിൾ എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ക്യൂബിക് എന്ന് പറയുന്നത്. A = B = C, ആൽഫ = ബീറ്റ ഗാമ = 90 ഡിഗ്രി. എന്നാൽ ടെട്രാഗണൽ എന്ന് പറയും. ടെട്രാഗണൽ എന്ന് പറയുമ്പോൾ നിങ്ങളിരിക്കുന്ന മേശയുടെ ഈ കാലൊക്കെ എന്ന് പറഞ്ഞ ടെട്രാഗണൽ അല്ലേ? നിങ്ങളെ ഡെസ്കിൻ്റെ കാലൊക്കെ നോക്കിയാൽ ടെട്രാഗണൽ എന്ന് പറഞ്ഞാൽ താഴെ 2 സൈഡ് ഈക്വലാ, ഒരു സൈഡ് ഡിഫറൻ്റ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ട ഈ ഷേപ്പ്, ഇതെന്ന് പറയുന്നത് ടെട്രാഗണലാണ്. അപ്പം അതാണ് 2 സൈഡ് ഈക്വലാണ്, ഒരു സൈഡ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം അതായത് A = B not equal to C, ആൽഫ = ബീറ്റ ഗാമ = 90 ഡിഗ്രി. നിങ്ങൾ ഈ വാല്യൂ ഒന്നും പറയുന്നതേ ഉള്ളൂ, വാല്യൂ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, ക്യൂബിക്കിൻ്റെ മാത്രം വാല്യൂ അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പം ടെട്രാഗണൽ എന്ന് പറഞ്ഞാൽ അതാണ് 2 സൈഡ് ഈക്വൽ ആയിരിക്കും, ഒരു സൈഡ് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ ആംഗിൾ എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. A = B not equal to C, ആൽഫ = ബീറ്റ ഗാമ = 90 ഡിഗ്രി. അതിനെയാണ് ടെട്രാഗണൽ എന്ന് പറയും. ഓർത്തോറോംബിക് ഉണ്ട്. ഓർത്തോറോംബിക് എന്ന് പറഞ്ഞാൽ മാച്ച് ബോക്സ്, തീപ്പെട്ടിക്കൂട് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ബ്രിക്സ്, ചുടുകട്ടയൊക്കെ. അതിൻ്റെ പ്രത്യേകത എന്തുവാ? മാച്ച് ബോക്സിൻ്റെ ഷേപ്പ് എന്തുവാ? അവിടെ പ്രത്യേകത എന്തുവാ? 3 സൈഡും ഡിഫറൻ്റ് ആണ്, ലെങ്ത്തും. അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്ക്, കയ്യിലിരിക്കുന്ന കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കിയേ, 3 സൈഡും ഡിഫറൻ്റ് ആണ്. A not equal to B not equal to C, ആൽഫ = ബീറ്റ ഗാമ = 90 ഡിഗ്രി അല്ലേ? എല്ലാ സൈഡും പെർപെൻഡിക്കുലർ അല്ലേ? അതായത് ആംഗിൾ എല്ലാം എത്ര ഡിഗ്രി തന്നെയാണ്? 90 ഡിഗ്രിയാണ്. ഇപ്പം ചിലപ്പോൾ അതാണ് ചോദിക്കുന്നത്. ഇപ്പം എ ക്രിസ്റ്റൽ സിസ്റ്റം ഹാസ് മാച്ച് ബോക്സ് സ്ട്രക്ചർ, വിച്ച് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് ചോദിക്കും. ഇപ്പോൾ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം മാച്ച് ബോക്സ് ടൈപ്പ് ആണെന്ന് പറയും.
അപ്പം നിങ്ങൾ ഓർക്കണം, മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി, ദറ്റ് ഈസ് ഓർത്തോ റോംബിക്. അപ്പം ഇങ്ങനെ വാല്യൂവിൻ്റെ അടുത്തതിൻ്റെയൊക്കെ വാല്യൂ ടെസ്റ്റിലുണ്ടെങ്കിലും നിങ്ങൾ വാല്യൂ ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല. ക്യൂബിക്കിൻ്റെ മാത്രം വാല്യൂ അറിഞ്ഞിരുന്നാൽ മതി. 3 സൈഡും ഈക്വലാണ്, ആംഗിളെല്ലാം 90 ഡിഗ്രി. അപ്പോൾ ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സാഗണൽ, റോംബോഹീഡ്രൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഇങ്ങനെ 7 ടൈപ്സിലാണ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ സിസ്റ്റം യൂണിറ്റ് സെല്ലിൻ്റെ ഷേപ്പിനനുസരിച്ച് ക്രിസ്റ്റൽ സിസ്റ്റംസ് 7 ടൈപ്സ് ഉണ്ട്. അതിൻ്റെയും ഫിഗറാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അതും വെറുതെ വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് ആ ഫിഗർ മാത്രം ആ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നേ ഉള്ളു. ഇതാണ് 7 ടൈപ്പിലുള്ള ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ക്യൂബിക്ക്, ടെട്രാഗണല്, ഓർത്തോറോംബിക്ക്, ഹെക്സാഗണൽ, റോംബോഹീഡ്രൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, 7 ടൈപ്പിലുള്ള ക്രിസ്റ്റൽ സിസ്റ്റം. നിങ്ങൾ വേഗത്തിൽ CTOR HMT എന്നൊക്കെ പറയും. CTOR HMT, ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സാഗണൽ, റോംബോഹീഡ്രൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഇങ്ങനെ 3 ആക്സിയൽ ഡിസ്റ്റൻസസ് ABC, 3 ആക്സിയൽ ആംഗിൾ ആൽഫ ബീറ്റ ഗാമ. സോ നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ. നമ്മൾ 7 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിച്ചിരുന്നത് അല്ലേ? 3 ആക്സിയൽ ഡിസ്റ്റൻസ് ABC, 3 ആക്സിയൽ ആംഗിൾ ആൽഫ ബീറ്റ ഗാമ. ഇതിൻ്റെ ബേസിസിൽ ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ നമ്മൾ 7 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയും. ഒരു യൂണിറ്റ് സെല്ലിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾ ഇരിക്കുന്ന പൊസിഷൻ്റെ ബേസിസിൽ ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. യൂണിറ്റ് സെല്ലുകളെ 2ആയിട്ട്, ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം നമ്മൾ പഠിച്ചു. ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലുകളെ മെയിനായിട്ട് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയും. സെക്കൻഡ്, സെൻറ്റേഡ് യൂണിറ്റ് സെൽ എന്ന് പറയും. 2 ടൈപ്പ് യൂണിറ്റ് സെല്ലുണ്ട്. ഏതൊക്കെയാണ്? പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്, സെൻറ്റേഡ് യൂണിറ്റ് സെൽ എന്ന് പറയും. പാർട്ടിക്കിൾ ഇരിക്കുന്ന പൊസിഷൻ്റെ ബേസിസിൽ ഒരു യൂണിറ്റ് സെല്ലിൽ ഏതൊക്കെയും പൊസിഷനിലാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത് എന്നതിൻ്റെ ബേസിസിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, സെൻറ്റേഡ് യൂണിറ്റ് സെൽ എന്നിങ്ങനെ 2 ടൈപ്പിൽ യൂണിറ്റ് സെല്ലുകളെ തിരിച്ചിട്ടുണ്ട്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഈ ഫിഗർ അല്ലേ, നമ്മൾ പഠിച്ചു ആ ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ മൊത്തത്തിലെടുത്താൽ ഒത്തിരി ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് സങ്കല്പിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ക്യൂബ് നമ്മൾ കൺസിഡർ ചെയ്താൽ ക്യൂബിൻ്റെ എവിടെ പാർട്ടിക്കിൾ ഇരിക്കുന്നത്? 8 കോർണേഴ്സിലാണ് അല്ലേ? 8 ലാറ്റിസ് പോയിന്റുകളെ ചേർത്തുകൊണ്ടാണ് നമ്മളൊരു ക്യൂബായിട്ട് കൺസിഡർ ചെയ്തത്. അതുപോലെ നമ്മൾ ഓരോ ക്യൂബുകളും ഇവിടെ കൺസിഡർ ചെയ്താൽ അവരുടെ എല്ലാം ഓരോ കോർണറിലാണ് ഓരോ പാർട്ടിക്കിൾ വരുന്നത്, വേറെ എങ്ങുമില്ല. അപ്പം നമ്മൾ ഒരു യൂണിറ്റ് സെൽ കൺസിഡർ ചെയ്താൽ അതിൻ്റെ 8 കോർണേഴ്സിലാണ് ഓരോ പാർട്ടിക്കിൾ അല്ലേ? അതായത് ഒരു ക്യൂബ് എടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് ആ ഒരു ക്യൂബ്. ആ ഒരു ക്യൂബിൻ്റെ എവിടൊക്കെയാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്? 8 കോർണേഴ്സിലും. ഇങ്ങനെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. ഇറ്റ് ഈസ് കോൾഡ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയും. The constituent particles are present only at the corners of the unit cell. That is called primitive unit cell. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ് അല്ലേ? അതാണ് ഇപ്പം ഒരു യൂണിറ്റ് സെല്ലല്ലേ, ഇങ്ങനെ യൂണിറ്റ് സെല്ല് നിരന്നങ്ങ് ഇൻഫിനിറ്റി ആയിട്ട് പോകുകയാണ്. അപ്പോൾ ആ ഒരു യൂണിറ്റ് സെൽ എടുത്താൽ അതിനെ ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഇപ്പം ഇതിപ്പം വരയ്ക്കാൻ ചോദിച്ചാൽ നമുക്ക് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ വരയ്ക്കുക. ക്യൂബ് വരയ്ക്കാൻ അറിയാമല്ലോ. ക്യൂബ് വരയ്ക്കാൻ നമ്മളൊരു സ്ക്വയർ വരയ്ക്കുന്നു.
അടുത്ത ഒരു സ്ക്വയർ വരയ്ക്കുന്നു. ക്യൂബ് കിട്ടി. ഇതിൻ്റെ 8 കോർണേഴ്സിലുമാണ് ഓരോ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. അതിൻ്റെ 8 കോർണേഴ്സിലും ഓരോ പാർട്ടിക്കിൾ കൊടുത്താൽ മതി. സിമ്പിളാണ് വരയ്ക്കാൻ. ചിലപ്പോൾ അതൊക്കെ വരയ്ക്കാൻ ചോദിക്കും. ഇതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയും. ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. എന്നാൽ ഇഫ് ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദ കോർണേഴ്സ് ആസ് വെൽ ആസ് ദ പോയിന്റ് അതർ ദാൻ ദ കോർണേഴ്സ്, എല്ലാ കോർണേഴ്സിലും പാർട്ടിക്കിൾ ഇരിക്കും. അതുകൂടാതെ മറ്റ് ഏതെങ്കിലും പോയിന്റുകളിലുമൊക്കെയും പാർട്ടിക്കിൾ. അതെവിടാന്ന് പറയും. 8 മൂലയ്ക്കും ഓരോ പാർട്ടിക്കിൾ കാണും. അതുകൂടാതെ വേറെ ഏതെങ്കിലും പോയിന്റിലുമൊക്കെ ഓരോ പാർട്ടിക്കിൾ കാണും. അപ്പോഴാണ് അതിനെ സെൻറ്റേഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ഓൾ ദ കോർണേഴ്സ് ആസ് വെൽ ആസ് ദ പോയിന്റ് അതർ ദാൻ ദ കോർണേഴ്സ്. എല്ലാ കോർണേഴ്സിലും കാണും. അതുകൂടാതെ മറ്റ് ഏതെങ്കിലും പോയിന്റുകളിലും പാർട്ടിക്കിൾ കാണും. അതിനെയാണ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് യൂണിറ്റ് സെല്ലിനെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നത്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, സെൻറ്റേഡ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. സെൻറ്റേഡ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ഓൾ ദ കോർണേഴ്സ് ആസ് വെൽ ആസ് ദ പോയിന്റ് അതർ ദാൻ ദ കോർണേഴ്സ് എന്ന് പറയും. ഈ സെൻറ്റേഡ് യൂണിറ്റ് സെൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ, എൻഡ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ. അതാണ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ തന്നെ 3 ടൈപ്പിലുണ്ട്. ഏതൊക്കെയാണ്? ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, എൻഡ് സെൻറ്റേഡ്. ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ഓൾ ദ കോർണേഴ്സ് ആസ് വെൽ ആസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ യൂണിറ്റ് സെൽ. The constituent particles are present at all the corners as well as the center of the unit cell. എല്ലാ കോർണേഴ്സിലും പാർട്ടിക്കിൾ ഇരിക്കും. കൂടാതെ ആ ക്യൂബിൻ്റെ സെൻറ്ററിലും ഒരു പാർട്ടിക്കിൾ ഇരിക്കും. അതാണ് എല്ലാ കോർണേഴ്സിലും. ഇവിടെ 8 കോർണേഴ്സിലും കണ്ടില്ലേ, 8 കോർണേഴ്സിലും ഓരോ പാർട്ടിക്കിൾ ഇരിക്കുന്നു. കൂടാതെ ആ ക്യൂബിൻ്റെ സെൻറ്ററിലും ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നു. ആ ക്യൂബിൻ്റെ ഒത്ത നടുക്കും ഒരു പാർട്ടിക്കിൾ ഇരിപ്പുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ എന്ന് പറയും. ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് all the corners as well as at the center of the unit cell. That is called body centered unit cell. Face centered unit cell ഉണ്ട്. എന്താ face centered unit cell എന്ന് പറഞ്ഞാൽ? The particles are present at all the corners as well as at the center of each faces. 8 കോർണേഴ്സിൽ, ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന റൂം കൺസിഡർ ചെയ്താൽ റൂമിന് 8 കോർണറില്ലേ, 8 കോർണറിലും ഓരോ പാർട്ടിക്കിൾ ഇരിപ്പുണ്ട്. പിന്നെ ഓരോ ഫേസ്, റൂമിന് എത്ര ഫേസ് ഉണ്ട്? ഒരു ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ്. സൈഡിൽ 4 ഫേസ്, മുകളിൽ ഒരു ഫേസ്, താഴെ ഒരു ഫേസ്. നിങ്ങളിരിക്കുന്ന ക്യൂബിക് റൂമിലാണെങ്കിൽ അതിന് 6 ഫേസ് ഇല്ലേ? സൈഡിൽ 4 ഭിത്തി, മുകളിൽ ഒരു ഫേസ്, താഴെ ഒരു ഫേസ്.
ഈ ഓരോ ഭിത്തിയുടെ നടുക്കും ഓരോ പാർട്ടിക്കിൾ. അതാണ് 6 ഫേസിൻ്റെ സെൻറ്ററിലും ഓരോ പാർട്ടിക്കിൾ. ദാറ്റ് ഈസ് കോൾഡ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയും. ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ഓൾ ദ കോർണേഴ്സ് ആസ് വെൽ ആസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഈച്ച് ഫേസസ്. മൂന്നാമത്തതാണ് എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയും. എന്താണ് എൻഡ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ? ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ഓൾ ദ കോർണേഴ്സ് ആസ് വെൽ ആസ് അറ്റ് ദ സെൻറ്റർ ഓഫ് എനി ടു ഓപ്പോസിറ്റ് ഫേസസ്. എല്ലാ കോർണേഴ്സിലും പാർട്ടിക്കിൾ ഇരിക്കും, കൂടാതെ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസുകളിലും ഇരിക്കും. അതാണ് 8 മൂലയ്ക്കും ഓരോ പാർട്ടിക്കിളുണ്ട്. പിന്നോ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസ്, എല്ലാ ഫേസിലും ഇല്ല, ഒന്നുകിൽ മുകളിലും താഴെയും, അല്ലെങ്കിൽ സൈഡിൽ 2 ഫേസിൽ. ഇതാണ്ടോ മുകളിൽ ഒരെണ്ണമുണ്ട്, താഴെ ഒരെണ്ണമുണ്ട്. 8 മൂലയ്ക്കുമുണ്ട്, 2 ഓപ്പോസിറ്റ് ഫേസിലുമുണ്ട്. ഇങ്ങനെ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ഓൾ ദ കോർണേഴ്സ് ആസ് വെൽ ആസ് അറ്റ് ദ സെൻറ്റർ ഓഫ് എനി 2 ഓപ്പോസിറ്റ് ഫേസസ്. അതിനെയാണ് എൻ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയും. അപ്പം ഇങ്ങനെയാണ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. ദാറ്റ് ഈസ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ഓൾ ദ കോർണേഴ്സ് ആസ് വെൽ ആസ് ദ പോയിന്റ്സ് അതർ ദാൻ ദ കോർണേഴ്സ്. അതിൽ തന്നെ 3 എണ്ണമുണ്ട്. ഒന്ന് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ഓൾ ദ കോർണേഴ്സ് ആസ് വെൽ ആസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ യൂണിറ്റ് സെൽ. ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ഓൾ ദ കോർണേഴ്സ് ആസ് വെൽ ആസ് ദ സെൻറ്റർ ഓഫ് ഓൾ ദ ഫേസസ്. എൻ-സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് all the corners as well as at the center of any 2 opposite faces. ഇനി നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്നത്. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ. അപ്പം അതാണ് നെക്സ്റ്റ്. നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെൽ എടുത്താൽ അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് നോക്കണം. നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ. ഒന്ന് ഇൻ പ്രിമിറ്റീവ് ക്യൂബിക് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക്. അതിൽ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. പ്രിമിറ്റീവ് ക്യൂബിക് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക്, അതിലെ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ എത്ര ആണ്? ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സെല്ലിനകത്ത് എത്ര ആറ്റം ഉണ്ടെന്ന് നോക്കണം. നമ്മൾ പറഞ്ഞു പ്രിമിറ്റീവ് ക്യൂബിക് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് എന്ന് പറയുമ്പോൾ ഇതാണ്. ദ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെൽ എടുത്താൽ അതിൻ്റെ 8 കോർണേഴ്സിൽ മാത്രമാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നതെങ്കിൽ അതിനെയാണ് സിമ്പിൾ ക്യൂബിക് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ക്യൂബിക്. ഇവിടെ ഒരു ക്യൂബ് എടുത്താൽ അതിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കണം. എത്ര ആറ്റങ്ങളുണ്ട്? 8 അല്ല, ഒരു ക്യൂബ് എടുത്താൽ അതിനകത്ത് 8 ആറ്റങ്ങളില്ല. അതായത് ഞാൻ പറഞ്ഞു ഒരു ക്യൂബല്ല, ഇങ്ങനെ വെറുതെ ഒരു ക്യൂബ് മാത്രമല്ല, ഇങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് ക്യൂബുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുവാണ്ട് സങ്കല്പിക്കണം. നമ്മൾ ക്രിസ്റ്റലിനകത്ത് പാർട്ടിക്കിൾ ഇങ്ങനെ കോടിക്കണക്കിന് പാർട്ടിക്കിൾ ആറ്റങ്ങൾ അടുക്കി അടുക്കി ഇരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ക്യൂബുകൾ, എല്ലാ ആറ്റങ്ങളെയും കൂടെ എടുത്താൽ നമുക്ക് ഒത്തിരി ചെറിയ ക്യൂബുകളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു കോർണറിൽ ഇരിക്കുന്ന ആറ്റം എത്ര ക്യൂബിനുള്ളതാണെന്നറിയാമോ? ഈ ഒരു മൂലയ്ക്കിരിക്കുന്ന ആറ്റം
എത്ര ക്യൂബിനുള്ളതാണെന്നറിയാമോ? എത്ര ക്യൂബാ? നിങ്ങൾ ഒരു റൂം കൺസിഡർ ചെയ്തേ. നിങ്ങൾ ഇരിക്കുന്ന റൂം, ആ റൂമിൻ്റെ ഒരു കോർണർ എത്ര റൂമിനുള്ളതാണ്? നിങ്ങളുടെ ആ ഒരു റൂമിന് മാത്രമാണോ? നിങ്ങൾ ഒത്തിരി റൂമുകൾ അങ്ങ് സങ്കല്പിക്കണം. നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് റൂമുകൾ അങ്ങ് കെട്ടിയിട്ടിരിക്കുക. അപ്പം നിങ്ങളുടെ റൂമിൻ്റെ ഒരു കോർണർ 8 റൂമിനുള്ളതാണ് അല്ലേ? ഒന്ന് സങ്കല്പിച്ചു നോക്കേ. ഒരു കോർണറിൽ നിന്ന് 8 റൂമുകളാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഒരു കോർണർ എടുത്താൽ, ഇപ്പം നമ്മൾ ഒരു കോർണർ എടുത്താൽ, ഇപ്പം നമ്മൾ ഒരു ക്യൂബ് ഉണ്ടാക്കി അല്ലേ? അടുത്ത ഈ മൂലക്കിരിക്കുന്ന ഈ നാരങ്ങയിൽ നിന്ന് അങ്ങോട്ട് ഈർക്കൽ കുത്തി ഇറക്കുമ്പോഴല്ലേ അടുത്ത ക്യൂബ്. അല്ലാതെ വേറെ നാരങ്ങയല്ലല്ലോ. ഇതിൽ നിന്ന് അങ്ങോട്ട് വരയ്ക്കുമ്പോഴാണ് അടുത്ത ക്യൂബ് കിട്ടുന്നത്. ഈ നാരങ്ങയിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ വരയ്ക്കുമ്പോഴാണ് അടുത്ത ക്യൂബ്. ഇത് ജോയിൻ ചെയ്യുമ്പോൾ അടുത്ത ക്യൂബ്. ഇപ്പം തന്നെ ഈ നാരങ്ങ എത്ര ക്യൂബിന് ഉള്ളതാ? 4 എണ്ണത്തിന് അല്ലേ? ഈ 4 പേരുടെയും കൂടെ മൂലയാ ഇത്. ഇനി ഇതിൽ നിന്ന് മേലോട്ട് നമ്മൾ ക്യൂബ് വരാം. മുകളിലോട്ട് ഒരു ഈർക്കൽ കുത്തി ഇറക്കിയാൽ പുതിയ 4 ക്യൂബ് വരയ്ക്കാം. അതിൻ്റെയും കൂടെ കോർണറല്ലേ ഇത്? അതാണ്, ഒന്ന് ഇമാജിൻ ചെയ്യണം. നിങ്ങൾ ഇരിക്കുന്ന റൂമിൻ്റെ ഒരു കോർണർ എടുത്താൽ, നിങ്ങൾ ഇരിക്കുന്ന റൂമിനൊരു കോർണറാണത്. അതിൻ്റെ നിങ്ങളുടെ ആ തൊട്ട് നേരെ അപ്പുറത്ത് അടുത്ത റൂമുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഈ കോർണറിൽ നിന്ന് അങ്ങോട്ട് കെട്ടുമ്പോഴല്ലേ അടുത്ത റൂം പോകുന്നത്. അപ്പുറത്തോട്ട് കെട്ടുമ്പോഴാണ് അടുത്ത റൂം പോകുന്നേ. അങ്ങോട്ട് നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ 4 റൂം ഇങ്ങനെ അടുപ്പിച്ചുണ്ടെന്ന് സങ്കല്പിക്കുക. 4 റൂമിൻ്റെയും ഒരു കോർണറാണ് ആ താഴത്തെ കോർണർ. നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ താഴെ റൂമുകളുണ്ടെന്ന് സങ്കല്പിക്കുക. താഴത്തെ 4 റൂമിൻ്റെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ മുകളിലത്തെ ഒരു കോർണർ എടുത്താൽ അതിൻ്റെ മുകളിലോട്ട് റൂമുകളുണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് കോർണർ എടുത്താലും 8 റൂമിനായിരിക്കും ഒരു കോർണർ. അതൊന്ന് ഇമാജിൻ ചെയ്യണം. അപ്പോൾ 1 കോർണർ ആറ്റം ഈസ് ഷെയർഡ് ബൈ 8 ക്യൂബുകൾ. ഒരു കോർണർ ആറ്റം എന്ന് പറഞ്ഞാൽ 8 ക്യൂബിനുള്ളതാണ്. അപ്പോൾ ഒരു കോർണറിൽ നിന്ന് ഒരു ക്യൂബിന് കിട്ടുന്ന ഷെയർ എത്ര ആയിരിക്കും? നിങ്ങളിരിക്കുന്ന റൂമിൻ്റെ ഒരു കോർണറിൽ നിന്ന് നിങ്ങളുടെ ആ റൂമിൻ്റെ ഷെയർ എത്ര ആയിരിക്കും? The contribution from 1 corner atom is 1/8 അല്ലേ? ഒരു കോർണർ 8 പേരൊക്കെ ഉള്ളതാ. അപ്പോൾ ഒരു കോർണർ ഇരിക്കുന്ന ആറ്റത്തിൽ നിന്ന് ഒരു ക്യൂബിന് എത്ര പങ്ക് കിട്ടും? 1/8 അല്ലേ കിട്ടത്തുള്ളൂ. അങ്ങനെ എത്ര കോർണറുണ്ട്? 8 കോർണർ. 1/8 × 8 ദാറ്റ് ഈസ് 1. അതായത് ഒരു ക്യൂബിന് ഒരാറ്റം വെച്ചേ ഉള്ളു. ഒരു യൂണിറ്റ് സെല്ലിന് ഒരാറ്റം വെച്ചേ ഉള്ളു. നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഈസ് 1 എന്ന് പറയും. ഇതാണ് സിമ്പിൾ ക്യൂബിക്കിൻ്റെ പ്രത്യേകത. അതായത് 1000 ആറ്റങ്ങളുണ്ടെങ്കിൽ 1000 ക്യൂബുകൾ ഉണ്ടാക്കാം. നിങ്ങൾ ആദ്യം 8 നാരങ്ങ വെച്ചൊരു ക്യൂബ് ഉണ്ടാക്കും. അടുത്ത ക്യൂബ് ഉണ്ടാക്കാൻ 8 നാരങ്ങ വേണോ? ഇതിൽ നിന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ പോരെ? അങ്ങനെ നിങ്ങൾ ഇൻഫിനിറ്റി ആയിട്ട് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് 1000 നാരങ്ങ ഉണ്ടാക്കി 1000 ക്യൂബുകൾ ഉണ്ടാക്കാം. ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് പോതാൽ മതി. ഓരോന്നിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരച്ച്. അതായത് ഒരു ക്യൂബിന് 1 വെച്ച് മതി. അതുകൊണ്ട് സിമ്പിൾ ക്യൂബിക്കിൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ക്യൂബിക്കിൽ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഈസ് 1. അതായത് കോൺട്രിബ്യൂഷൻ ഫ്രം 1 കോർണർ ആറ്റം ഈസ് 1/8. ഒരു കോർണറിൽ നിന്ന് ഒരു ക്യൂബിന് കിട്ടുന്ന ഷെയർ 1/8. അങ്ങനെ there are 8 corners. 1/8 × 8 that is 1. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഇൻ ബോഡി സെൻറ്റേഡ് ക്യൂബിക്, BCC എന്ന് പറയും. ബോഡി സെൻറ്റേഡ് ക്യൂബിക്. ബോഡി സെൻറ്റേഡ് ക്യൂബിക് എന്ന് പറഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ എത്ര ആണെന്ന് നോക്കാം. എന്താ ബോഡി സെൻറ്റേഡ് ക്യൂബിക് എന്ന് പറയുമ്പോൾ? അവിടെ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് 8 the corners and at the center of the cube. 8 കോർണറിലും പാർട്ടിക്കിൾ ഇരിപ്പുണ്ട്, ക്യൂബിൻ്റെ സെൻറ്ററിലും ഒരു പാർട്ടിക്കിൾ ഇരിപ്പുണ്ട് അല്ലേ?
8 കോർണറിൽ നിന്നും കൂടെ എത്ര കിട്ടും? 1/8 ഇൻറ്റു 8 1 കിട്ടുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഒരു ക്യൂബ് അല്ല, ഇൻഫിനിറ്റി ആയിട്ട് സങ്കല്പിക്കണം. എപ്പോഴും ഒരു കോർണറിൽ നിന്ന് കിട്ടുന്ന ഷെയർ 1/8. അങ്ങനെ 8 കോർണറിൽ നിന്നും കൂടെ 1/8 ഇൻറ്റു 8 ദാറ്റ് ഈസ് 1. ഒരെണ്ണം ക്യൂബിൻ്റെ സെൻറ്ററിൽ ഇരിപ്പോയില്ലയോ? നിങ്ങളിരിക്കുന്ന റൂമിൻ്റെ സെൻറ്ററിൽ അത് ആരൊക്കെങ്കിലും ഷെയർ ഉണ്ടോ അതിനകത്ത്? നിങ്ങളുടെ റൂമിൻ്റെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ ഇരുന്നാൽ വേറെ ഏതെങ്കിലും റൂമിന് ഷെയർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒന്നും കൂടെ കിട്ടും. 1 + 1 ദാറ്റ് ഈസ് 2. അതുകൊണ്ട് ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിൽ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഈസ് 2. അതാണ് ഒരു കോർണറിൽ നിന്ന് 1/8, 8 കോർണറിൽ നിന്നും കൂടെ 1. ദ 1 ആറ്റം അറ്റ് സെൻറ്റർ ഓഫ് ദ യൂണിറ്റ് സെൽ, ടോട്ടൽ 2. അതായത് ഇവിടെ ഒരു യൂണിറ്റ് സെല്ലിന് 2 ആറ്റം വെച്ചുണ്ട്. അതായത് 1000 ക്യൂബ് ഉണ്ടാക്കണമെങ്കിൽ 2000 നാരങ്ങ വേണം. 1000 ക്യൂബ് ഉണ്ടാക്കണമെങ്കിൽ 2000 നാരങ്ങ വേണം. ഒരു യൂണിറ്റ് സെല്ലിന് 2 എണ്ണം വെച്ച് വേണം. ഇനി ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിൽ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ. നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഇൻ FCC, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് എന്ന് പറയുമ്പോൾ ദ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് all the corners and at the center of 6 faces. എല്ലാ കോർണറിലും ഓരോ പാർട്ടിക്കിൾ ഉണ്ട്, 6 ഫേസിൻ്റെയും സെൻറ്ററിലും. എല്ലാ കോർണറിൽ നിന്നും കൂടെ എത്ര കിട്ടും? ഒരു കോർണറിൽ നിന്ന് എത്ര കിട്ടുന്നത്? 1/8. അങ്ങനെ 8 കോർണറിൽ നിന്നും കൂടെ 1 കിട്ടും. ഒരു ഫേസിൽ നിന്ന് എത്ര കിട്ടും? നിങ്ങളിരിക്കുന്ന റൂമിൻ്റെ ഒരു ഫേസ്, ഒരു ഭിത്തി. ഒരു ഭിത്തി എത്ര റൂമിനുള്ളതാ? 2 റൂമിനുള്ളതല്ലേ? നിങ്ങളിരിക്കുന്ന റൂം തൊട്ടപ്പുറത്തെ റൂം. അതായത് ഒരു ഫേസ് എന്ന് പറയുന്നത് എപ്പോഴും 2 ക്യൂബിനുള്ളതാണ്, ഇപ്പുറത്തും അപ്പുറത്തും. അപ്പോൾ ഒരു ഫേസിൽ നിന്ന് ഒരു ക്യൂബിന് കിട്ടുന്ന ഷെയർ എത്ര ആയിരിക്കും? 1/2. അങ്ങനെ എത്ര ഫേസ് ഉണ്ട്? 6 ഫേസില്ലേ? ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഒരു ഫേസിൽ നിന്ന് 1/2 കിട്ടും. അങ്ങനെ 6 ഫേസിൽ നിന്നും കൂടെ 1/2 ഇൻറ്റു 6 ദാറ്റ് ഈസ് 3. ടോട്ടൽ 4. ഇൻ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്ക് നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഈസ് 4. പ്രധാനമാണ്. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് എന്ന് പറയുമ്പോൾ എല്ലാ ഫേസിൻ്റെ സെൻറ്ററിലും എല്ലാ കോർണേഴ്സിലും, എല്ലാ കോർണറിൽ നിന്നും കൂടെ 1/8 ഇൻറ്റു 8 1. ഒരു ഫേസിൽ നിന്ന് എപ്പോഴും 1/2. ഒരു ഫേസ് 2 പേരൊക്കെയുള്ളതാണ്. ഒരു ഫേസിൽ നിന്ന് കിട്ടുന്നത് 1/2. അങ്ങനെ 6 ഫേസ് ഉണ്ട്. 1/2 ഇൻറ്റു 6 3. 1 + 3 ടോട്ടൽ 4. ഇതാണ് നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. സിമ്പിൾ ക്യൂബിക്കിൽ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഈസ് 1. 1/8 ഇൻറ്റു 8 1. ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിൽ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഈസ് 2. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിൽ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഈസ് 4. എൻ സെൻറ്റേർഡ് നമ്മൾ പഠിക്കേണ്ട, നമുക്കറിയാം. അതുപോലെ അറിഞ്ഞിരിക്കണം, എപ്പോഴും ഒരു കോർണറിൽ നിന്ന് കിട്ടുന്ന ഷെയർ 1/8. ഒരു ഫേസിൽ നിന്ന് കിട്ടുന്ന ഷെയർ 1/2. അപ്പോൾ അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് പോർഷൻ, നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ. ഓക്കെ, ക്ലിയർ? അതാണ്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യണം.